ആക്ഷൻ. എടോ അത് എനിക്കിപ്പോ ഇവിടെ പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ ഒരു ഫ്ലാറ്റിന് മുകളിൽ നിന്ന് എടുത്തെറിഞ്ഞ ഒരു സംഭവം ഓർക്കുകയുണ്ടായി പെട്ടെന്ന്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ പട്ടി വന്നപ്പോൾ. അപ്പോ അതിന്റെ സംഭവം എന്താന്ന് വെച്ചാല്, എന്നിട്ട് അവരുണ്ടല്ലോ ആ പയ്യനെ, അതായത് ഗർഭത്തിന് ഉത്തരവാദിയായ ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവനെതിരെ കേസെടുത്തു. ഇതിനകത്ത് സംസാരിക്കാൻ വിട്ടുപോയൊരു വിഷയം എന്താന്ന് വെച്ചാല്, ഈ ചെറുക്കെതിരെ കേസെടുക്കേണ്ട ഒരാവശ്യമില്ല. ഇവരുടെ പേരൻസിനെതിരെയാണ് ശരിക്കും കേസെടുക്കേണ്ടത്. ഈ രണ്ട് എന്താ പറയണ്ടേ, ജോലിയൊന്നും ആയിട്ടില്ലാത്ത ആൾക്കാര്, അവര് പ്രേമിച്ചു, അവര് ചിലപ്പോൾ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു കാണും, അവരങ്ങനെ ലൈംഗിക സെക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് കോണ്ടം ഉപയോഗിക്കാൻ അറിയത്തില്ല എന്ന്, കോണ്ടം മേടിക്കാൻ പേടിയാണ്, മറന്നുപോയല്ല പേടി. എന്താ പേടിക്കരുത്, കോണ്ടം മേടിക്കാൻ ഇവിടെ ആർക്ക് എത്ര ധൈര്യം? അങ്ങനെ പേടിച്ചിട്ട് അവർ അത് ചെയ്തില്ല. കോണ്ടൊക്കെ ജനറൽ ഹോസ്പിറ്റലിൽ വെറുതെ എടുക്കുമ്പോൾ പേടിക്കും സമയം. അതുകൂടാതെ അവർക്ക് കോൺട്രസെപ്റ്റീവ്സ് മറ്റേ ഇതില്ലേ, പില്ലൊന്നും എടുക്കാൻ പറ്റിയില്ല, ഐപ്പില്ലൊന്നും എടുക്കാൻ പറ്റിയില്ല, അത് മേടിക്കാൻ പേടി. എന്നുവെച്ചാൽ ഇങ്ങനത്തെ പിള്ളേരല്ലേ ഇവരുടെ ഈ ആക്ഷൻ റിവേഴ്സ് നമ്മൾ നോക്കുക. പ്രായം ഉണ്ടായിരുന്നു കൊച്ചിന്, കുറച്ച് വളരെ ചെറിയ പ്രായം, 20, 21, 22, 23 ആയ താഴെ ഇവര്. അപ്പോ ഇവരുടെ നമ്മൾ അങ്ങോട്ട് ഈ മരണത്തിന് ശേഷം പുറകോട്ട് അങ്ങോട്ട് നോക്കുമ്പോഴാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായ ഭാവം. ഇവർക്ക് അതിനും പേടിയായിരിക്കും. എല്ലാവരും ഈ കൊച്ചു പ്രസവിക്കുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ടില്ലല്ലോ, അത്രയും റിസ്ക് എടുക്കുവോ? അറിവ് കുറവുണ്ട്, പലതും ജീവിത എക്സ്പീരിയൻസ് കുറവാണ്, വളർത്തിക്കൊണ്ട് വന്നതിനകത്താണ് മുഴുവൻ തെറ്റും. അപ്പൊ ഈ കൊച്ചുങ്ങളെ ഇതിന്റെ അമ്മ അറിയാതെയാണ് ഈ പറഞ്ഞ കുട്ടി പ്രസവിച്ചിരിക്കുന്നത്. അത് ആ കൊച്ച് അമ്മയുടെ കൂടെ എന്താണേലും കഴിഞ്ഞ 9 മാസം താമസിച്ചിട്ടില്ല, അല്ലെങ്കിൽ 9 മാസവും അമ്മ ഈ കൊച്ചിനെ കണ്ടിട്ട് ഗർഭിണിയാണെന്ന് മനസ്സിലാകാത്ത അമ്മ ഒരു അമ്മയാണോ? അമ്മേ ഇതാണോ തള്ള? അവരെന്തൊരമ്മയാ? അവർക്കത് ആ കുട്ടി പ്രസവിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്നത് അമ്മയെ പേടിച്ചിട്ടാണ്. അമ്മ ഇത്ര പേടിക്കേണ്ട സാധനമാണോ? അങ്ങനെ ആരെ അറസ്റ്റ് ചെയ്യേണ്ടത്? ആ കൊലപാതകത്തിന് ഉത്തരവാദി എന്ന് പറയുന്നിടത്ത് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അതായത് കൊലപാതകം നടക്കുന്ന സ്ഥലം, ആ കൊലയിലേക്ക് എത്തിക്കുന്നത് ഒരിക്കലും ചെറുക്കനല്ല. അവൻ ഒരു ഉത്തരവാദിത്വം ഇല്ല. കൊലപാതകത്തിനകത്ത് ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാളെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? അവര് പറയുന്നത് ഇനിയിപ്പോ എന്താ മറ്റേ ബലാത്സംഗം ചെയ്തു, വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ഇതൊക്കെ പറയേണ്ടി വരുന്ന എന്തുകൊണ്ടാ? അതിനെന്തോ ആലോചിക്കാത്തെ? എന്തോ അല്ലേ? അല്ല, നമ്മുടെ ഒരു സോഷ്യൽ ഓർഡർ അങ്ങനെ ആണല്ലോ തന്നെ. അതായത് ഇവിടെ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര, ഒന്ന് കല്യാണം കഴിച്ചിട്ട് വേണം ഒന്ന് കളിക്കാൻ എന്ന് പറയുന്ന ആൾക്കാരുടെ നാടാണിത്. അപ്പൊ ഇങ്ങനെയുള്ള നാട്ടില് സ്വാഭാവികമായിട്ടും സെക്സ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ പരിപാടിയാണല്ലോ. ശരിക്കും സെക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പരിപാടി അല്ല. പക്ഷെ സെക്സിന് ശേഷവും അതിനോട് ബാക്കിയുള്ള കാര്യങ്ങളാണ് പ്രശ്നം. ഇവരെങ്ങാനും ഗർഭിണിയായി പോവുകയോ, സേഫ് സെക്സ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടോ? അതിനെ കുറിച്ചും ധാരണ അറിയത്തില്ല. കാരണം അത് പഠിപ്പിച്ചിട്ടില്ലല്ലോ. ആ സ്കൂൾ ഇവിടെ ഇല്ല. മറ്റേ സെക്സ് എഡ്യൂക്കേഷൻ സാധനം കൊടുത്തിട്ടും കാര്യമില്ല. ഇവിടെ ഇവരൊക്കെ പറയും ഭയങ്കര സെക്സ് എഡ്യൂക്കേഷന്റെ കുറവുകൊണ്ടാണ്, സെക്സ് എഡ്യൂക്കേഷൻ കുറവാണ്. ഈ സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? ആദ്യം കൊടുക്കുന്ന പേരൻസിന് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം. കാരണം ഇതേപോലത്തെ പ്രശ്നങ്ങൾ, ജാതി പ്രശ്നം, മതപ്രശ്നം, വീട്ടുകാരുടെ സാമ്പത്തിക പ്രശ്നം, ഇതെല്ലാം കഴിഞ്ഞിട്ട് പോട്ടെ, ഒരു ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടോട് ഏതെങ്കിലും ഒരു വീട്ടിൽ വന്ന് കയറിയാല് അപ്പനും അമ്മയും കൂടെ മറ്റേ യൂറോപ്പിലൊക്കെ കാണുന്നവരെ സമ്മതിക്കുമോ? പക്ഷെ യൂറോപ്പിലൊരു കാര്യമുണ്ട്, അവന്റെ ആ ബയോളജിക്കൽ ഫാദർ ആയിരിക്കത്തില്ല ചിലപ്പോ ആ സമയത്തെ വീട്ടിലെ ഫാദർ. അതെ അതെ. ഇവിടെ എല്ലാം ബയോളജിക്കലി നടക്കുന്നത് കൊണ്ട്, ശാസ്ത്രവിരുദ്ധമായി ഞങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട്, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ അത് സംഭവിക്കാൻ ഇച്ചിരി പാടാണ്. പക്ഷെ എന്നാ പോലും ഞാൻ പറയുക, അത് സമ്മതിക്കുവോ? വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ അങ്ങോട്ട് സെക്സ് ഇപ്പൊ സെക്സിനകത്ത് രസമുള്ള ഒരു ഇവിടെ ഉള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാല് ഇതല്ല ക്യാമറ. അവിടെ നോക്കി സംസാരിക്കണം അല്ലേ? ഇങ്ങനെ ചെയ്യണം നമ്മൾ ഇടയ്ക്ക്. ഓക്കെ ഓക്കെ. അടുക്കരുത്, ഇത് അടുക്കരുത്, അടുക്കരുത്. അടുത്തു പോയാണ്ടല്ലോ ഈ അകലം കൃത്യമായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് അപ്പൊ ഈ സെക്സ് ഇപ്പൊ ഈ കുട്ടികളുടെ സജഷൻ എടുത്തു, കുട്ടികളുടെ മുടി ഇങ്ങനെ ആട്ടാൻ ഞാൻ അതിനിടയിൽ ഈ കുട്ടികള് ഈ പറഞ്ഞ പ്രായപൂർത്തിയാവാത്ത കുട്ടികള് സെക്സ് ചെയ്തിട്ട് ഇപ്പോ പ്രഗ്നൻസി ഒക്കെ സംഭവിക്കുക, അല്ലെങ്കിൽ സെക്സ് ചെയ്യാവുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു വിചാരിക്കാം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എത്രയാണ് ഇപ്പൊ ഈ ഏജ് ലിമിറ്റിലുള്ള പിള്ളേര് എന്താണ് ഈ പറഞ്ഞ ഒരു 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് കരുതുക.
ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ട്രബിൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊരു കേസായി, പോലീസ് കേസായി, പാരന്റ്സ് പോയി കംപ്ലൈന്റ് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ, ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാല് ഈ സെയിം പ്രായത്തിലുള്ള ആൺകുട്ടിക്കെതിരെ കേസ് എടുക്കും. അതെ, മനസ്സിലാവുണ്ടോ? അതെ. പെൺകുട്ടിക്കെതിരെ കേസൊന്നും ഇല്ല. അനുവാദം ഇല്ലാതെ ആ കൊച്ചും വീട്ടിൽ കയറാൻ പറ്റത്തുമില്ല. വീട്ടിൽ നിന്നുള്ളതൊക്കെ പോട്ടെ, ഇപ്പൊ ഇവര് തമ്മിൽ സംഭവിച്ചു രണ്ട് കുറച്ച് പ്രാവശ്യം കഴിഞ്ഞ ഒമർലൂരിൽ ഉണ്ടായ കേസ് കേട്ടാലും ഭയങ്കര രസമാണ്. സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പീഡിപ്പിച്ചെന്ന് കുറെ പ്രാവശ്യം. അത് വല്ലാത്തൊരു പീഡനമായി. ബലാത്സംഗ കേസ് എടുക്കുന്നത്. അയ്യോ, ബലാത്സംഗം എന്ന് പറയുമ്പോൾ ബലമില്ലാത്തൊരു സംഘത്തിന് എന്തിനാണ് വെറുതെ ബലം? ആ സംഘം എന്ന് പറയുന്നതിന് കേസ് എടുക്കുവാണല്ലേ അത് നല്ലതായിരിക്കും. സംഘത്തിന് വേണേ കേസ് എടുത്തു, ചീറ്റിംഗ് കേസ് എടുക്കാം അല്ലേ? ഇവിടെ മാത്രമല്ല, പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ഉടനെ മറ്റേ വീട്ടുകാരെല്ലാം കൂടി അങ്ങ് സപ്പോർട്ട് ചെയ്യും. പിള്ളേർ മോനെ ഞങ്ങൾ അങ്ങ് കെട്ടിച്ചു വിട്ടേക്കാം, അമേരിക്കയിൽ ചെറുപ്പം വെയിറ്റിംഗില്ല, അപ്പൊ ഇവനെ അങ്ങ് തേച്ചൊട്ടിച്ചേക്ക്, ഇവനെതിരെ നമുക്കൊരു ബലാത്സംഗ കേസം കൊടുക്കാം. അതാകുമ്പോൾ മോള് പാവം കൊച്ച്, അതിന്റെ ഫോട്ടോയും വരത്തില്ല, വടവും വരത്തില്ല, ഒന്നും വരത്തില്ല. മനസ്സിലായി? പിന്നെ പൈസ അടിക്കാനുള്ള പരിപാടികൾ വേറെ നടക്കും, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്ന. ഈ ഒരു ഒറ്റ കുഴപ്പം, ഈ ഒരു നിയമത്തിന്റെ ഈ സാധ്യതകളെ മിസ്യൂസ് ചെയ്യാനാണ് കൂടുതൽ ഇവിടെ നടന്നിരിക്കുന്നത്. അടുത്തിടയ്ക്കൊരു സംഭവം ഉണ്ടായിരുന്നു, നമ്മുടെ നെയ്മറിനെതിരെ, ഫുട്ബോൾ പ്ലെയർ നെയ്മറിനെതിരെ ഒരു ആരോപണം വന്നായിരുന്നു. ഒരു ബ്രസീലിയൻ ഒരു മറ്റേ മോഡൽ പുള്ളിയുമായിട്ട് ചാറ്റൊക്കെ ചെയ്ത് ഇൻസ്റ്റാഗ്രാം വഴി ഒരു പരിചയപ്പെട്ട് ഒരു പാരീസിലെങ്ങാണ്ട് മീറ്റ് ചെയ്ത് എന്നിട്ട് ഇയാൾ റേപ്പ് ചെയ്യാൻ നോക്കിയെന്നും പറഞ്ഞിട്ട് ആദ്യത്തെ ദിവസം ട്രൈ ചെയ്തു. കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ഇവളാകെ ട്രോമയിലായി. അതിനുശേഷം ഇവള് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം അവിടെ നിന്നിട്ട് ഒരു ദിവസം കൂടി അവിടെ നിന്നിട്ട് ഇവനെ വീണ്ടും വിളിച്ചു വരുത്തിയിട്ട് വീഡിയോ എടുത്തിട്ട് അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ ആക്കി. അത് കഴിഞ്ഞ് പിന്നെ ഈ മീഡിയ ഒക്കെ അന്വേഷിക്കുമല്ലോ, ഇവിടെ ആരാണ് എന്താണെന്നൊക്കെ അന്വേഷിച്ച് പുറകെ പോയി കഴിഞ്ഞപ്പോഴേക്കും 10-30 മറ്റേ ഇതുണ്ട്, കടമൊക്കെ ഉണ്ട് ബോളേഴ്സ്. അപ്പൊ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു പുള്ളിക്കാരി അറേഞ്ച് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ വേറൊരു സാധനമൊക്കെ. ഇത് സ്ഥിരം പരിപാടിയാക്കാൻ മിസ്യൂസ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഇങ്ങനത്തെ ഒരു നാടായതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പെണ്ണ് കേസ് എന്ന് പറയുമ്പോ തന്നെ ഒരുമാതിരിപ്പെട്ടവർ ഒതുങ്ങും. ലാസ്റ്റ് നമ്മുടെ ആറാട്ടണ്ണനെ പേടിപ്പിച്ച് ഓർമ്മയില്ലേ? ആറാട്ടണ്ണനെ അടിച്ചിട്ട് കേസ് കൊടുക്കാൻ ആറാട്ടണ്ണൻ ചെല്ലുമ്പോ പോലീസ് സ്റ്റേഷനിൽ ഒരു 2 പെണ്ണുങ്ങൾ നിൽക്കുക അവന്റെ കൂടെ. എന്നിട്ട് പറഞ്ഞു ആറാട്ടണ്ണൻ കയറി പിടിച്ചെന്ന് പറഞ്ഞാണ് ഞങ്ങൾ കൗണ്ടർ കേസ് കൊടുക്കാൻ പോകുന്നത്, അതുകൊണ്ട് മറ്റേ ഇന്റിമേഷൻ ഒക്കെ പോയില്ലോ ഹോസ്പിറ്റലിൽ, ഇവന്റെ കൈയൊക്കെ ഒളിക്കിയപ്പോ. അപ്പൊ ഇവന്മാർ വന്നിട്ട് പേടിപ്പിച്ച് ഞങ്ങൾ ഈ കേസ് കൊടുക്കും, ഇല്ല നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണമെന്ന്. എന്നിട്ട് മാപ്പ് പറയണമെന്നൊക്കെ ആറാട്ടണ്ണൻ. അപ്പൊ ഈ മാപ്പ് പറയണമെന്ന് ആരും പറഞ്ഞപ്പോ ആറാട്ടം ഈ പെണ്ണെ ഞാൻ കണ്ടിട്ടേ ഇല്ല, എനിക്ക് അറിയത്തില്ല, ആരാന്ന് പോലും അറിയത്തില്ല, അപ്പൊ മാപ്പ് പറയാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ അങ്ങനെ ഒഴിവായി പോയ കേസ് സംഭവം കോംപ്രമൈസ് ചെയ്ത് ഇറങ്ങി. അടുത്ത ആഴ്ച തന്നെ അവനെ ബ്ലാക്ക് മെയിലിംഗ് കേസിന് പിടിച്ചപ്പോഴാണ് രസകരമായ സംഭവങ്ങൾ വീണ്ടും ഉണ്ടായത്. ആറാട്ടൻ വളരെ സന്തോഷത്തിലാണ്. ആറാട്ടൻ കേക്ക് മുറിച്ചു, പെരേരയുടെ വായിൽ വെച്ചു, ടൈഗറണ്ണന്റെ മുഖത്ത് തേച്ചു, അങ്ങനെ പറഞ്ഞു. അവരൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ എങ്ങനെയാണല്ലോ, ഒരു കേക്ക് മുറി കഴിയുമ്പോൾ വായിൽ വെച്ചു കൊടുക്കും, മുഖത്ത് തേച്ച് കൊടുക്കും. ഏത് ഇങ്ങനെ മുഖത്ത് വിരലുകൾ മുഖത്ത് തേക്കും, അങ്ങനെയാണ് അതിന്റെ ഒരു മുഖത്ത് ഒഴിക്കുന്ന ഷാമ്പയിൻ പൊട്ടിച്ച് കുലുക്കി മുഖത്തോട്ട് ഒഴിക്കും. അത് മുഖത്തൊഴിക്കുന്ന സാധനം, കുലുക്കി ഒഴിക്കുക. അതാണ് ഷാമ്പയിന്റെ. കേക്ക് തേക്കത്തേ ഉള്ളൂ. കേക്ക് ഇച്ചിരി കൂടി തേക്കാനും ഉരയ്ക്കാനൊക്കെ സൗകര്യം ഉള്ളത് കൊണ്ട് കേക്ക് ഇങ്ങനെ എടുത്തിട്ട് മുക്കത്തൊട്ടാൽ മുക്കത്താണ് കുണ്ടി എന്ന് പറയുന്ന സാധനം വരരുത്. മുക്കത്താണല്ലോ കൊണ്ടേ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന ഈ വിഷയത്തെ കുറിച്ച് പറയുകയാണ്. കറണ്ട് പോയി. അപ്പൊ